ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫേസ് മസാജിനെ കുറിച്ചാണ്. ഫേസ് മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആവും. മുഖത്തെ പഫിനെസ് കുറയ്ക്കാൻ സഹായിക്കും. കണ്ണിന് ചുറ്റുമുള്ള തടിപ്പ് കുറയ്ക്കുന്നു. പ്രായമാകുന്നതനുസരിച്ച് മുഖത്ത് ചുളിവുകൾ ഉണ്ടാകും. സ്ഥിരമായി മസാജ് ചെയ്യുന്നതിലൂടെ മുഖത്തെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് എല്ലാം കുറയ്ക്കുന്നു. മുഖത്തിലെ മസിലുകൾക്ക് റിലാക്സ് നൽകുന്നു. ഓയിലി സ്കിന്നുള്ളവർ മൈൽഡായിട്ടുള്ള എണ്ണകളാണ് മസാജ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം ജോജോബ ഓയിൽ, ഗ്രേപ്പ് സീഡ് ഓയിൽ എന്നിവ. അലോവേറ ജെൽ നല്ലൊരു മോയ്സ്ചറൈസറാണ് ഓയിലി സ്കിന്നുള്ളവർക്ക്. വാട്ടർ ബേസ്ഡ് മസാജ് ക്രീംസ് ഉപയോഗിക്കുന്നതാണ് ഓയിലി സ്കിന്നുള്ളവർക്ക് നല്ലത്. ഓയിലി സ്കിന്നുള്ളവർ കോക്കനട്ട് ഓയിൽ പോലെയുള്ള ഹെവി ആയിട്ടുള്ള ഓയിൽ മുഖത്ത് അപ്ലൈ ചെയ്യാതിരിക്കുക. കോമ്പിനേഷൻ സ്കിന്നുള്ളവർ ബാലൻസ് ചെയ്യുന്ന എണ്ണകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. റോസ് ഹിപ്പ് പോലെയുള്ളവ. ഡ്യുവൽ ടെക്സ്ചറുള്ള മസാജ് ക്രീം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ആഴത്തിലുള്ള ഹൈഡ്രേഷനും പോഷക ഗുണവും ഉള്ള ഓയിൽ ആവശ്യമാണ്. ഉദാഹരണം അർഗൻ ഓയിൽ, അവക്കാഡോ ഓയിൽ എന്നിവ. അതുപോലെ കട്ടി കൂടിയ ക്രീമുകൾ, സിറങ്ങൾ ഉപയോഗിക്കണം. ഉദാഹരണം ഷിയ ബട്ടർ അടങ്ങിയവ, സിറമൈഡ് അടങ്ങിയ ക്രീംസ് എന്നിവയെല്ലാം ചർമ്മം സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഏജിങ് സ്കിൻ. നമ്മുടെ പ്രായം കൂടുന്തോറും കൊളാജൻ ഉൽപ്പാദനം കുറയുന്നു. അതുകൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് മസാജിനായി ഉപയോഗിക്കേണ്ടത്. ആൻറ്റി ഏജിങ് ഓയിൽ, വിറ്റമിൻ സി, ഇ അടങ്ങിയ മസാജിങ് ക്രീമുകൾ എല്ലാം നല്ലതാണ്. മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും മുകളിലേക്ക് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മീഡിയം പ്രഷർ കൊടുത്ത് വേണം മസാജ് ചെയ്യാൻ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്